നമസ്കാരം. എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലോട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSA സോഷ്യൽ സയൻസ് മൊഡ്യൂൾ നമ്പർ 1 യൂണിറ്റ് നമ്പർ 5 പുതിയൊരു കോൺസെപ്റ്റ് ആണ്, പുതിയൊരു തീമാണ് റഷ്യൻ റവല്യൂഷൻ. നിങ്ങൾ ഈ റഷ്യൻ റവല്യൂഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു റവല്യൂഷനാണ് ഈ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റഷ്യൻ റവല്യൂഷൻ കാരണമായിക്കൊണ്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ റഷ്യൻ റവല്യൂഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം എങ്ങനെയാണ് ഈ റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ ഈ റഷ്യൻ റവല്യൂഷനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ എന്താക്കാം, ഈ ഈ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മൾ ആദ്യം ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള PYQs നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റഷ്യൻ റവല്യൂഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് HSA സോഷ്യൽ സയൻസ് മലയാളം മീഡിയം 2016 ഈ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഏത് സന്ധിയിൽ വെച്ചാണ് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അതായത് ഈ റഷ്യൻ റവല്യൂഷൻ നടന്നു കഴിഞ്ഞ സമയത്താണ് എന്താകുന്നത്, റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പൊ അത് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചോദ്യം കുറെ കൂടെ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇത് റഷ്യയുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം, ഏത് സന്ധിയിൽ വെച്ചാണ് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഏതാണ്? ബ്രസ്ലോവസ്കിൽ വെച്ചിട്ടാണോ, വേഴ്സായ് ഉടമ്പടിയിൽ വെച്ചിട്ടാണോ, സെന്റ് ജർമൻ ഉടമ്പടിയിൽ വെച്ചിട്ടാണോ, മ്യൂണിച്ച് ഉടമ്പടിയിൽ വെച്ചിട്ടാണോ? ഏതാണ് ഉത്തരം? നിങ്ങൾ പറ. വേഴ്സായ് എന്തായാലും അല്ല. സെന്റ് ജർമനി ആണോ? മ്യൂണിച്ച് ഉടമ്പടിയാണോ? ബ്രസ്റ്റോവ്സ്ക് ആണോ? ഇതിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്രസ്ലോവ്സ്ക് എന്ന് പറയുന്ന ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് റഷ്യ പിൻവാങ്ങുന്നത്. അതായത് ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്താണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങുന്നത് റഷ്യ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് 1917 പിന്നീട് പിൻവാങ്ങുന്നുണ്ട് റഷ്യ. 1917 ഒക്ടോബർ മാസത്തിൽ റഷ്യ ഈ ട്രീറ്റി ഓഫ് ബ്രസ്ലോവ്സ്ക് സൈൻ ചെയ്തുകൊണ്ട് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, HSA സോഷ്യൽ സയൻസ് മലയാളം മീഡിയം 2009 ചോദ്യം ഇങ്ങനെയാണ്: 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ പ്രധാന സംഭവം ഏതാണെന്നാണ് ചോദ്യം. ജെറുസലേമിന്റെ പതനം, ഓസ്ട്രിയ ഹംഗറി വേർപാട്, റഷ്യയുടെ പിന്മാറ്റം, അമേരിക്കയുടെ യുദ്ധപ്രവേശം, ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ സംഭവം? ഏതാണ്? ഇതില് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അമേരിക്കയുടെ എൻട്രി ആണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് അമേരിക്കയുടെ എൻട്രി ആണ് ശരിക്കും അതിന്റെ ഗതി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ വന്നത് കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻ സി റഷ്യയുടെ പിൻമാറ്റം
സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, റഷ്യയുടെ പിന്മാറ്റമല്ല, അല്ലെങ്കിൽ റഷ്യയുടെ പിൻവാങ്ങലല്ല ഒന്നാം ലോക മഹായുദ്ധത്തിന് ഗതി മാറ്റിയ പ്രധാന സംഭവം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഗതി മാറ്റിയ പ്രധാന സംഭവം അമേരിക്കയുടെ യുദ്ധപ്രവേശമാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങളുടെ അടുത്ത യൂണിറ്റിൽ, അടുത്ത മീൻസ് അടുത്ത പോർഷൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെയാണ്. അപ്പൊ അന്നേരം നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. യെസ്. അടുത്ത ചോദ്യം 2016 HSS സോഷ്യൽ സയൻസ് കന്നഡ മീഡിയത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ലോക ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ കൃത്യമായ ടൈമിൽ, അതായത് ഓർഡർ ആക്കാനാണ് ആ ചോദ്യം. ഓക്കെ, അപ്പോ പറ എങ്ങനെയാണ് ആ ഓർഡർ വരിക? സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ബെർലിൻ മതിലിന്റെ നാശം, അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം. ഇത് എങ്ങനെയാണ് ഓർഡർ ആക്കാൻ പറ്റുക? പറയൂ. ആദ്യം ഏത് വരും? ആദ്യം ഫസ്റ്റ് വൺ വളരെ ഈസിയാണ്. ആദ്യം വരുന്നത് ഇതാണ്, ഏത്? റഷ്യൻ വിപ്ലവമാണ് ആദ്യം വരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആദ്യം റഷ്യൻ വിപ്ലവം നടക്കുന്നു, ദെൻ അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലോട്ട് സോവിയറ്റിന്റെ അധിനിവേശം വരുന്നുണ്ട്, പിന്നെ ബെർലിൻ മതിലിന്റെ നാശം വരുന്നുണ്ട്, പിന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ച 90-കൾ, 89-90-കളായിട്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. അപ്പൊ ഈ ഒരു ഓർഡറാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പം റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. 2016 കന്നഡ മീഡിയത്തിൽ ചോദിച്ച ചോദ്യമാണ്, ഓർഡർ ആക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി ആണ്. എഗെയിൻ കന്നഡ മീഡിയത്തിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്, 2016 കന്നഡ മീഡിയം സോഷ്യൽ സയൻസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇന്ത്യയിൽ നെഹ്റു ഈ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ നെഹ്റു ഏത് രാജ്യത്തിൻ്റെതാണ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നെഹ്റുവിന് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നത് ഏത് രാജ്യമാണ് ഈ പഞ്ചവത്സര പദ്ധതി 5-year പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്? അപ്പം ചോദ്യം ഇതാണ്, പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം അത് അമേരിക്കയാണോ സോവിയറ്റ് യൂണിയൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ചൈനയല്ല, ഇന്ത്യ എന്തായാലും അല്ല. അപ്പൊ ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ ഏതാണ്? ഏതാണ് പറയൂ, നിങ്ങൾ പറയും ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് റഷ്യ, സോവിയറ്റ് യൂണിയന്റേതാണ് ഈ പഞ്ചവത്സര പദ്ധതി. അപ്പൊ അത് പിന്നീട് നെഹ്റു കോപ്പി ചെയ്യാണ്, എന്നിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഓർത്തിരിക്കുക, പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. അത് ഓർത്തിരിക്കുക. അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ആള് ലെനിനാണ്. ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് റഷ്യയിൽ ആദ്യമായി കൊണ്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് നെഹ്റുവിന്റെ ഗവൺമെന്റ് ഇന്ത്യയിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 2024 HSST ഹിസ്റ്ററിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. ട്രീറ്റി ഓഫ് ബ്രസ്റ്റ്-ലിറ്റ്സോവ്സ്ക് സൈൻ ചെയ്ത വർഷം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ട്രീറ്റി ഓഫ് ബ്രസ്റ്റ്-ലിറ്റ്സോവ്സ്ക്. കാരണം HSAക്കും ചോദിച്ചിട്ടുണ്ട്, HSSTക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ട്രീറ്റി സൈൻ ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ്? റഷ്യ പിന്മാറി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന്. ഇത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. 1917 അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, 1917 ഡിസംബറിലാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അതായത് ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒക്ടോബറിൽ വരുന്നു, ഒക്ടോബറിൽ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം 2 മാസങ്ങൾക്ക് ഇപ്പുറം ഡിസംബർ മാസത്തിൽ 1917 റഷ്യ എന്താക്കാണ്? പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം.
പിന്നെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, HST 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന എക്കണോമിക് പ്രോഗ്രാം ഏത് രാജ്യമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്? അതൊരു ഉത്തരം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും. ഏത് രാജ്യമാണ്? ചൈനയാണോ, USSR ആണോ, USA ആണോ, UK ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക. ഈ രണ്ട് പരിപാടികൾ, ഈ രണ്ട് പ്രോഗ്രാമുകൾ റഷ്യ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ റഷ്യ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. റഷ്യയുടെ പതനത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് പ്രോഗ്രാമുകൾ തന്നെയാണ്, പെരിസ്ട്രോയിക്കും ഗ്ലാസ്നോസ്റ്റും തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പെരിസ്ട്രോയിക്ക പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് USSR ആണ്, റഷ്യ. പിന്നെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ റഷ്യയുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഹിറ്റ്ലറിന്റെ ഇൻവേഷൻ, സോവിയറ്റ് യൂണിയൻ ഹിറ്റ്ലർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് കോഡ് നെയിമിലാണ് അത് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്പറേഷൻ തണ്ടർ എന്നുള്ള പേരിലാണോ, ഓപ്പറേഷൻ സ്കൈ ലയൺ എന്നുള്ള പേരിലാണോ, ഓപ്പറേഷൻ സീ ലയൺ എന്നുള്ള പേരിലാണോ, ഓപ്പറേഷൻ ബർബറോസ എന്നുള്ള പേരിലാണോ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് ഹിറ്റ്ലറിന്റെ സോവിയറ്റ് ഇൻവേഷൻ അറിയപ്പെടുന്നത്? ഹിറ്റ്ലർ സോവിയറ്റിലോട്ട്, റഷ്യയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പരാജയപ്പെടുകയാണ് ചെയ്യുക. അദ്ദേഹത്തിന് റഷ്യ കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാരണം റഷ്യയിലെ വിന്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ പറയൂ, ആ, ഏത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രണ്ടാളുകള് റഷ്യ ലക്ഷ്യമാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. രണ്ടാളുകൾക്കും പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറും അതുപോലെ തന്നെ നെപ്പോളിയനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിറ്റ്ലറും നെപ്പോളിയനും റഷ്യ ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ രണ്ടാളുകളും പരാജയപ്പെട്ട് മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്പറേഷൻ ബർബറോസ എന്നുള്ള പേരിലാണ് ഹിറ്റ്ലറിന്റെ സോവിയറ്റ് ഇൻവേഷൻ അറിയപ്പെടുന്നത്. നമുക്കിനി സോവിയറ്റ് ഈ റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന വിപ്ലവത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു, അതിലൊരു സംശയവുമില്ല. 1917 റഷ്യയിൽ റവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഈ റഷ്യൻ റവല്യൂഷൻ ശരിക്കും റഷ്യക്കാരുടെ ജീവിതത്തെയും അതുപോലെ തന്നെ അവരുടെ അതുവരെ റഷ്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഗവൺമെന്റിനെയും മാറ്റിമറിച്ചിട്ടുള്ള ഒന്നാണ്. റഷ്യൻ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് കാൾ മാർക്സും കാൾ മാർക്സിന്റെ ആശയങ്ങളുമാണ് റഷ്യൻ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു സാമ്പത്തിക വിപ്ലവം തന്നെയായിരുന്നു. കാരണം ആ, ആ, ഈ ആ, സാമ്പത്തികമായിട്ട് റഷ്യയെ അടിമുടി മാറ്റിയിട്ടുണ്ടായിരുന്നു റഷ്യൻ റവല്യൂഷൻ. അതെങ്ങനെ മാറ്റി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ റഷ്യൻ റവല്യൂഷൻ കാരണമായിക്കൊണ്ടാണ് ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് പിന്നീട് റഷ്യയും അതുപോലെ തന്നെ റഷ്യയോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന USSRൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തികച്ചും കാൾമാർക്സിന്റെ ഐഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ട് സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് ഒരു സാമ്പത്തിക വിപ്ലവം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് റഷ്യയിൽ 1917. അതുപോലെ തന്നെ രാഷ്ട്രത്തിന് സമാധാനവും അതുപോലെ തന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണവും നൽകുക, കൃഷിക്കാർക്ക് ഭൂമിയും നൽകുക എന്നുള്ളതായിരുന്നു റഷ്യൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അവിടുത്തെ ആ സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ഭൂമി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പകരം ജമീന്മാർക്കാണ്, പ്രഭുക്കന്മാർക്കാണ് ഭൂമി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് റഷ്യൻ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, ആളുകൾക്ക് ഫുഡിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഫുഡ് സ്കാർസിറ്റി ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിരുന്നു. കാരണം അത് കാരണമായിക്കൊണ്ടാണ് സ്ത്രീകൾ തെരുവിലിറങ്ങുന്നതും അതുപോലെ തന്നെ ബസ്റ്റീലൊക്കെ ആക്രമിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫുഡ് സ്കാർസിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യൻ റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായിക്കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ലോകത്ത് വേറെ എവിടെയും അതിനു മുന്നേ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല.
അപ്പോ ലോകത്ത് ആദ്യമായിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 1917 റഷ്യയിലാണ്. അതിനുശേഷം പിന്നീട് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും കമ്മ്യൂണിസവും സോഷ്യലിസവും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ USSRന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളും എന്തായിരുന്നു, സോഷ്യലിസം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് തകർന്നിട്ടുണ്ടായിരുന്നു സോഷ്യലിസം റഷ്യയില് 1990 അല്ലെങ്കിൽ 89 ആ ഒരു കാലഘട്ടത്തിൽ. അത് തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്ന ഗോർബച്ചേവ് ആണ്. ഇപ്പോ നമ്മള് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ അമേരിക്കൻ റവല്യൂഷനൊക്കെ ജനാധിപത്യ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റഷ്യൻ റവല്യൂഷനെ പറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. റഷ്യൻ റവല്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആശയം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. അപ്പോൾ ഈ റഷ്യൻ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ്. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ഈ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ലോകമഹായുദ്ധത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ നേരിട്ടുള്ള ഒരു ഫലമായിരുന്നു റഷ്യൻ റവല്യൂഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒന്നാം ലോക മഹായുദ്ധം 1914 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റഷ്യ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കൂടെ. അപ്പൊ ആ സമയത്ത് റഷ്യ ഓൾറെഡി ഒരു എക്കണോമിക് ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണ്. ആ സമയത്താണ് ഒരു കാര്യമില്ലാതെ ഇതിൽ ജോയിൻ ചെയ്യുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൽ ജോയിൻ ചെയ്യുന്നത് റഷ്യക്ക് റഷ്യയുടെ എന്താ പറയുന്നത്, കൊളോണിയൽ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് റഷ്യ വേൾഡ് വാറിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അത് റഷ്യയിലെ ജനങ്ങളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് ജോയിൻ ചെയ്തതോടു കൂടിയിട്ട് അവിടെ സിവിയർ ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് വരുന്നു, ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് 1914 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് സോറി 1917 റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് റഷ്യയിലെ ഭരണാധികാരി എന്ന് പറയുന്നത് നിക്കോളാസ് രാജാമന നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു റഷ്യൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ലെനിനാണ്. ലെനിനും അലക്സാണ്ടർ കെരൻസ്കി എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഈ നിക്കോളാസ് രണ്ടാമനെതിരെ റഷ്യയിൽ റവല്യൂഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ലെനിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവര് ബോൾഷെവിക്കുകൾ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റഷ്യയില് രാജാക്കന്മാര് സാർ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സാർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ അത് ശരിക്ക് ആ സാർ എന്ന് പറയുന്ന പദം ഉയർന്നു വന്നിട്ട് മീൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള സീസർ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ്. അതിൽ നിന്നാണ് സീസർ എന്നുള്ളതിൽ നിന്നാണ് സാർ എന്ന് പറയുന്ന വാക്ക്, ചക്രവർത്തി എന്ന അർത്ഥം വരുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ റഷ്യയിലെ രാജാക്കന്മാർ സാർ ചക്രവർത്തിമാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ 1917 ഈ റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് രണ്ട് വിപ്ലവങ്ങള് റഷ്യയിൽ നടന്നിട്ടുണ്ട്. അതായത് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് വിപ്ലവങ്ങൾ ചേർന്നിട്ടുള്ള, ഒന്ന് ഫെബ്രുവരി വിപ്ലവം, രണ്ട് ഒക്ടോബർ വിപ്ലവം. ഇങ്ങനെ രണ്ട് പേരുകളിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഒക്ടോബർ വിപ്ലവം, എന്താണ് ഈ ഫെബ്രുവരി വിപ്ലവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഫെബ്രുവരി വിപ്ലവവും അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവത്തെ കുറിച്ചിട്ടൊക്കെ. അങ്ങനെ ഈ വിപ്ലവത്തെ തുടർന്നിട്ട് അവിടെ റഷ്യയില് സ്വേച്ഛാധിപത്യം ഇല്ലാണ്ടാവാണ്. വളരെ പെട്ടെന്ന് തന്നെ സ്വച്ഛാധിപത്യം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ ഫ്രാൻസിന്റെ കേസ് നിങ്ങൾക്ക് അറിയാലോ, റവല്യൂഷൻ നടന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സ്വേച്ഛാധിപത്യം അവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല റഷ്യയുടെ കേസ്. റഷ്യയിൽ റവല്യൂഷൻ നടന്ന സമയത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്, അവിടെ മൊണാർക്കി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് സോവിയറ്റ് യൂണിയന്റെ ഉദയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു.
ഈ രണ്ട് റവല്യൂഷനുകളും റഷ്യയുടെ ഘടനയെ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് ഭൂമി കിട്ടി, ഭക്ഷണം കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ഫെബ്രുവരി വിപ്ലവം രാജവാഴ്ചയെ വികലമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഒരു ടെമ്പററി ഗവൺമെന്റ്, ഒരു താൽക്കാലിക സർക്കാരിന് അവിടെ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു, അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള. പിന്നീട് ആ സർക്കാരിനെതിരെ, ആ താൽക്കാലിക സർക്കാരിനെതിരെയാണ് രണ്ടാമത്തെ റവല്യൂഷൻ, ഒക്ടോബർ റവല്യൂഷൻ ലെനിന്റെ നേതൃത്വത്തിൽ, ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ലെനിന് ബോൾഷെവിക്കാണ്, കെരൻസ്കി മെൻഷെവിക്കുമാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴേ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഈ റവല്യൂഷൻ നടക്കുന്നു, അത് ഒക്ടോബർ റവല്യൂഷൻ നടക്കുന്നു. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ തുടർന്നിട്ട് റഷ്യ, മീൻസ് ഒക്ടോബർ വിപ്ലവം കഴിയുന്നു, റഷ്യ പിന്നീട് ഇതിൽ നിന്ന്, ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങുന്നു. അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു USSR എന്ന് പറയുന്നത്, അതായത് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതായത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മക്ക് രൂപം നൽകിയിട്ടുണ്ടായിരുന്നു റഷ്യ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് റഷ്യ എന്ന് പറയുന്നത്. ഈ റഷ്യൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനിലോട്ട് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത്, 1917 മാർച്ച് മാസത്തില് പെട്രോഗാഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന പണിമുടക്കാണ്. അതോട് കൂടിയിട്ടാണ് ഈ മീൻസ് അതാണ് ശരിക്കും ഈ ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, മാർച്ച് മാസത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് റഷ്യക്കാര് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജൂലിയസ് സീസറിന്റെ ജൂലിയൻ കലണ്ടറാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, റഷ്യ. അപ്പോ അവരും, നമ്മളിപ്പോ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഗ്രിഗേറിയൻ കലണ്ടർ. അപ്പോൾ ഗ്രിഗേറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിൽ ഒരു 13 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റഷ്യനെ സംബന്ധിച്ച് ഈ റവല്യൂഷൻ, ഫസ്റ്റത്തെ റവല്യൂഷൻ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്, പക്ഷെ നമുക്ക് അത് മാർച്ചിലാണ് നടക്കുന്നത്. കാരണം 13 ദിവസത്തെ കുറവുണ്ട് റഷ്യയിൽ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫെബ്രുവരി വിപ്ലവം നടക്കുന്നു, പക്ഷെ അത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഈ റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഫെബ്രുവരി റവല്യൂഷൻ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ, അതായത് താഴെ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇയാളുടെ നിക്കോളാസ് രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള രാജവാഴ്ചയ്ക്ക് അത് അന്ത്യം കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ ഇടക്കാല സർക്കാരിനെ കൊണ്ട് ഇവിടെ റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു റീസൺ, ഈ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടും അവരെന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് റഷ്യ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് തയ്യാറാവാത്തത് കാരണമായിക്കൊണ്ടാണ് ലെനിൻ തന്റെ ബോൾഷെവിക്കുകളുടെയൊക്കെ നേതൃത്വത്തിൽ ലെനിൻ എന്താക്കുന്നത്, വീണ്ടും ഒരു റവല്യൂഷൻ, ഒക്ടോബർ റവല്യൂഷൻ അവിടെ നടത്തുന്നത്. അപ്പോൾ ഈ റഷ്യയിൽ രണ്ടാമത്തെ റവല്യൂഷൻ, അതായത് ഒക്ടോബർ റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത് നവംബർ മാസത്തിലാണ്. അതിനൊക്കെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഈ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യമാണ്. അപ്പൊ റഷ്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. അപ്പൊ ഈ റഷ്യയിൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നിക്കോളാസ് രണ്ടാമനെ പറ്റിയിട്ട് പറഞ്ഞു. ഈ നിക്കോളാസ് രണ്ടാമനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻഗാമികളും അവിടുത്തെ റൊമാനോവ് ഡൈനാസ്റ്റിയിൽ പെടുന്ന രാജാക്കന്മാരായിരുന്നു. ഇപ്പോ നിക്കോളാസ് ഉണ്ട്, അലക്സാണ്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ചക്രവർത്തിമാർ വന്നിട്ടുണ്ട്. അവരൊക്കെ റൊമാനോവ് രാജവംശത്തിൽ പെടുന്ന ആളുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു ഏകാധിപത്യ ഭരണമാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭരണം അത്ര കാര്യക്ഷമമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അവർ ഈ ഫ്രാൻസിലെ
ബർബൺ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരെ വിശ്വസിച്ച പോലെ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, തങ്ങൾക്ക് ആ, 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 തങ്ങളെ രാജാവാക്കിയിട്ടുണ്ടായിരുന്ന ദൈവമാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യലുകളൊന്നും പാടില്ല, ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അവര് ജനങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവർ ഡിവൈൻ റൈറ്റ് തിയറിയിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണം അവരവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അഴിമതി നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. അത് ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ സ്വച്ഛാധിപതിമാരുടെ ഒരു പരമ്പര തന്നെയാണ് അവിടെ റഷ്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീക്കായിട്ടുള്ള രാജാക്കന്മാർ, ആരും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇവരുടെ ഭരണം, ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണം റഷ്യയെ ഒന്നുകൂടെ പുറകിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം, ഒന്നാമത് റഷ്യ സാമ്പത്തിക വിപ്ലവത്തിന്റെ കാര്യത്തിൽ, അതായത് ഇപ്പോ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറകിലാണ്. ഒരുപാട് ലാസ്റ്റില് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് റഷ്യക്ക്. കാർഷിക രാജ്യം തന്നെയായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കുറെ കൂടെ ബാക്ക്വേർഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഓൾറെഡി ബാക്ക്വേർഡ് ആയിട്ടുണ്ടായിരുന്ന റഷ്യയെ ഒന്നുകൂടെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണം. അതുപോലെ തന്നെ റഷ്യയെ അവരുടെ ഭരണം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ, ഈ റൊമാനോവ് ഡൈനാസ്റ്റിക്ക് എതിരെയാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സർഫുകൾ അല്ലെങ്കിൽ കർഷകർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. ഉൽപാദനം കുറഞ്ഞു, ആളുകൾക്ക് ഫുഡ് കിട്ടാണ്ടായി. അതുപോലെ തന്നെ അവർക്ക് ഗവൺമെന്റിലോട്ട് വലിയ നികുതി അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. പിന്നെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് യഹൂദ വിരുദ്ധതയാണ്. ഈ യഹൂദന്മാർ, അതായത് ജൂതന്മാരുടെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ. അതുപോലെ തന്നെ അതൊരു റീസൺ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു റീസൺ, ജനാധിപത്യപരമായിട്ടുള്ള വിയോജിപ്പിന് അവിടെ സ്പേസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ റഷ്യയിലെ ചക്രവർത്തിക്കെതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണമായിക്കൊണ്ട് റഷ്യയിലെ സാമ്പത്തിക സാമൂഹിക സ്ഥിതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ബുദ്ധിജീവികള്, പ്രൊഫസർമാര്, വിദ്യാർത്ഥികൾ, ശാസ്ത്രജ്ഞർ, എഴുത്തുകാരെല്ലാവരെയും ഈ നിക്കോളാസും അതുപോലെ തന്നെ ഈ റൊമാനോവ് ഡൈനാസ്റ്റിയിലെ മറ്റു രാജാക്കന്മാരും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതിന്റെ കാരണമായിക്കൊണ്ട് അവരെ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം എല്ലാ റഷ്യക്കാരും അവരെ വെറുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ റഷ്യക്കാർക്കും ഈ റൊമാനോവ് ഡൈനാസ്റ്റിയുടെ ഭരണം എങ്ങനെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാമാണ് റഷ്യൻ റവല്യൂഷനോട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോ റൊമാനോവ് ഡൈനാസ്റ്റിക്കെതിരെ ഒരു വലിയൊരു ജനവിരുദ്ധത പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു റഷ്യയില് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട്. യെസ്, ഇവിടെ നമുക്കൊരു ഒരു ഒരു കോട്ട് ഡിസ്കസ് ചെയ്യാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റഷ്യൻ എഴുത്തുകാരനാണ് മക്സിം ഗോർഗി. നിങ്ങൾ അദ്ദേഹത്തെ പേരുടെ കേട്ടിട്ടുണ്ടായിരിക്കും. മക്സിം ഗോർഗി ഈ റഷ്യൻ റവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ മാക്സിം ഗോർഗിയുടെ ബുക്ക് അമ്മ എന്ന് പറയുന്ന ബുക്ക്, അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു നോവല് റഷ്യൻ റവല്യൂഷനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായത്, ഇവിടെ ഇമേജ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇത് ACERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കോട്ട് പറയുന്നുണ്ട്. അപ്പൊ മേ ബി ചിലപ്പോൾ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ട്. അതായത് ഒരു ഇതിന്റെ ഫസ്റ്റ് 2 ലൈൻ കൊടുത്തിട്ട് ഇത് പറഞ്ഞത് ആടാണ്, അല്ലെങ്കിൽ ഏത് ബുക്കിലാണ് ഇതിനെ പറ്റി പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിം ഗോർഗിയുടെ ഈ ഒരു കോട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂട്ടൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പോരാടാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധനത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കോട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അതുപോലെ തന്നെ എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ, അധ്വാനം എല്ലാവരുടെയും ചുമതല,
എന്ന് പറയുന്ന സെന്റൻസുകളൊക്കെ ഇദ്ദേഹമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോ ചോദിച്ചേക്കാം, എല്ലാ അധികാരവും ജനങ്ങൾക്ക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള കോട്ട് ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. കാരണം ടെക്സ്റ്റ് ബുക്ക് ഇത് ഇതേപോലെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അവിടെ രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും തലവനായിരുന്നു സാർ ചക്രവർത്തി. ഈ റൊമാനോ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരിൽ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു അലക്സാണ്ടർ രണ്ടാമൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ അലക്സാണ്ടർ മൂന്നാമനും നിക്കോളാസ് രണ്ടാമനും ഒക്കെ വളരെ സ്വച്ഛാധിപതികളായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അവരുടെ ഭരണകാലത്ത് മീർ, ജസ്റ്റോ, ഡൂമ പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ നിർത്തലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ ഡൂമ എന്ന് പറയുന്നത് റഷ്യയിലെ പാർലമെന്റ്, അതിന്റെ പേരാണ് ഡൂമ. അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിയമനിർമ്മാണ സഭയാണ് ഡുമ. അപ്പൊ ഈ ഡുമയൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു നിക്കോളാസ് ചക്രവർത്തി. അതായത് പാർലമെന്റിൽ ജനങ്ങള് തങ്ങൾക്കെതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുമ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഡുമയുമായിട്ട് കൂടിയാലോചിക്കാതെ ഒരുപാട് തീരുമാനങ്ങൾ സാർ ചക്രവർത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡുമയോട്, പാർലമെന്റിനോട് ചോദിക്കാതെയാണ് ഇദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനെതിരെ പാർലമെന്റ് ശബ്ദം ഉയർത്തി, അങ്ങനെ പാർലമെന്റ് അദ്ദേഹം പിരിച്ചുവിടുന്നുണ്ട്. പിന്നെ മറ്റൊരു റീസൺ റാസ്പുട്ടിനാണ്. റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റാസ്പുട്ടിനെ പറ്റിയിട്ടൊരു പാട്ട് തന്നെ ഉണ്ട്. എന്ന് പറയുന്ന ഒരു ബോണി എം എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള പോപ്പ് സിംഗർ, അദ്ദേഹം റാസ്പുട്ടിനെ പറ്റിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആ. റാസ്പുട്ടിൻ, ലവർ ഓഫ് ദ റഷ്യൻ കീം, റാസ്പുട്ടിൻ ലവ് മെഷീൻ എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് യൂട്യൂബിൽ അത് അവൈലബിൾ ആ. അപ്പൊ ഈ പാട്ട് മീൻസ് റാസ്പുട്ടിനെ പറ്റിയിട്ടാ പറയാം. റാസ്പുട്ടിൻ ഒരു സന്യാസിയായിരുന്നു. അതായത് ഈ റഷ്യയില് ഒരു ഒരു കള്ളസന്യാസി എന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം സൈബീരിയയിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നിട്ട് ഒരു മീൻസ് ഒരു പ്രത്യേക തരം സന്യാസിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പിന്നീട് സെന്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് വന്നു. അങ്ങനെ വന്ന സമയത്ത് ആണ് ഈ റഷ്യയിലെ നിക്കോളാസ് രണ്ടാമനും അതുപോലെ തന്നെ അവിടുത്തെ നിക്കോളാസിന്റെ ഭാര്യയായിട്ടുള്ള സാറീന അലക്സാണ്ട്ര, അവരുടെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഡോക്ടർമാരൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രോബ്ലം, ആ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ആരും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ റാസ്പുട്ടിനെ വിളിക്കുന്നത്. കാരണം റാസ്പുട്ടി ഒരു പുരോഹിതനാണ്, ഒരു സന്യാസിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് റാസ്പുട്ടിനെ വിളിക്കുന്നത്. അങ്ങനെ റാസ്പുട്ടിൻ വരുന്നു, രോഗം മാറ്റുന്നു. അപ്പൊ ആ സമയം മുതൽക്ക് അലക്സാണ്ട്രിയക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് റാസ്പുട്ടിൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവനായി മാറിയത് കൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഭരണകാര്യത്തിൽ റാസ്പുട്ടിൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ റാസ്പുട്ടിൻ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. റാസ്പുട്ടിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഭരണപരമായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ റാസ്പുട്ടിൻ ഒരു റീസൺ ആണ് റഷ്യൻ റവല്യൂഷൻ നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഈ അലക്സാണ്ടർ മൂന്നാമന്റെയും നിക്കോളാസ് രണ്ടാമന്റെയും സ്വച്ഛാധിപത്യം, അതൊരു റീസൺ ആണ്. ഇപ്പോൾ ഇവരുടെ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ അലക്സാണ്ടർ മൂന്നാമൻ എന്ന് പറയുന്ന ആള് റസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി നടപ്പിലാക്കിയിട്ടുണ്ട്. റസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സഭ, ഒരു രാജാവ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് മീൻസ് ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുക റഷ്യ മൊത്തത്തില്. ഒരു ഭാഷ, റഷ്യൻ ഭാഷ മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു സഭ, ക്രിസ്തീയ സഭ, ഒരു കത്തോലിക് സഭ, ഒരു രാജാവ്. ഈ ഒരു പരിപാടിയുടെ പേരാണ് റസിഫിക്കേഷൻ. മനസ്സിലായി? അപ്പോ ഇത് കാരണമായിക്കൊണ്ട്, ഈ ഒരു മതം കാരണമായിക്കൊണ്ടാണ് എന്താക്കുന്നത്, ജൂതന്മാരെ കൊന്നൊടുക്കുന്നത്. ഇപ്പൊ യഹൂദ വിരുദ്ധത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. അതുപോലെ തന്നെ പോളണ്ടിലെ ജനങ്ങൾ,
ഫിൻലൻഡിലെ ജനങ്ങൾ ഇവരോടൊക്കെ ഒരു റഷ്യക്കാർക്ക് ജർമ്മക്കാർ അതുപോലെ തന്നെ ജർമ്മൻകാർ ഇവരോടൊക്കെ വിരുദ്ധത ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ റസിഫിക്കേഷൻ കാരണമായിക്കൊണ്ട് ജനങ്ങള് അവരൊക്കെ വെറുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണമായിക്കൊണ്ട് ഒരുപാട് കൂട്ടക്കൊലകളും കാര്യങ്ങളൊക്കെ റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു, ജൂതന്മാർക്കെതിരെ, ജർമ്മൻകാർക്കൊക്കെ എതിരെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റസിഫിക്കേഷൻ എന്ന് വിളിക്കുക. റസിഫിക്കേഷൻ അലക്സാണ്ടർ മൂന്നാമനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ്. അപ്പോൾ അലക്സാണ്ടർ മൂന്നാമൻ അത് കൊണ്ടുവന്നു, നിക്കോളാസ് രണ്ടാമൻ അത് കണ്ടിന്യൂ ചെയ്തു. നിക്കോളാസ് രണ്ടാമൻ ഇദ്ദേഹത്തിന്റെ അലക്സാണ്ടർ മൂന്നാമന്റെ മകനാണ്. അപ്പൊ ഈ നയത്തിന്റെ ഭാഗമായിട്ട് റഷ്യയിൽ ഒരു കത്തോലിക്ക സഭയും ഒരു കത്തോലിക്ക മതവും അതുപോലെ തന്നെ ഒരു റഷ്യൻ ഭാഷയും അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇത് ഒരുപാട് പ്രോബ്ലംസിന് കാരണമായിട്ടുണ്ട്. ഇപ്പൊ പോളണ്ട്, ലിത്വാനിയ അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ റഷ്യൻ ഭാഷ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നടപടികൾക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളാണ് നിഹിലിസ്റ്റുകൾ. അവരിതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. ഈ നിഹിലിസ്റ്റുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിഹിലിസ്റ്റുകൾ എന്ന് പറയുന്നത് രാജാവിനെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്ന, രാജാവിനെതിരെ ഈ വയലൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് നിഹിലിസ്റ്റുകൾ. മനസ്സിലായി? അപ്പൊ അവരെന്താക്കിയിട്ടുണ്ട്, രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാവിന്റെ ഒഫീഷ്യൽസിനെ കൊല്ലാനും ഇവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നിഹിലിസ്റ്റുകൾ എന്ന് വിളിക്കുക. അതായത് ഒരു 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 കുറച്ചൊരു സീക്രട്ട് നേച്ചറുള്ള, രഹസ്യ സ്വഭാവമുള്ള ഒരു തീവ്രവാദ സംഘടന, അതാണ് നിഹിലിസ്റ്റുകൾ. അപ്പൊ ഈ നിഹിലിസ്റ്റുകളെ ഗവൺമെന്റ്, നിക്കോളാസ് രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ക്രൂരമായിട്ട് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പ്രൊഫസേഴ്സൊക്കെ ആയിട്ടുള്ള, വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ആളുകളെ നിഹിലിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നിഹിലിസ്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഹിലിസം എന്ന് പറയുന്നത് റഷ്യയിൽ 19ാം നൂറ്റാണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആണ്, ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഈ നിഹിലിസ്റ്റുകള് ഈ യുക്തി, ഭൗതികവാദം, സമൂലമായ മാറ്റങ്ങൾ എന്നിവയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. കൊലപാതകത്തിലൂടെയും തീവ്രവാദത്തിലൂടെയും സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരിക, രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരിക, സർക്കാരിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ആശയത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് നിഹിലിസ്റ്റുകൾ. അതുകൊണ്ടാണ് അവർ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജാവിന്റെ ഉദ്യോഗസ്ഥർ അവർ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവര് അലക്സാണ്ടർ രണ്ടാമനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വിജയിക്കാതെ പോയി. അത് കാരണമായിക്കൊണ്ട് ഒരുപാട് നിഹിലിസ്റ്റുകളെ, ബുദ്ധിജീവികളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണമായിക്കൊണ്ട് ഇവരെ നിഹിലിസ്റ്റുകളാണെന്ന് ആരോപിച്ചുകൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും സൈബീരിയയിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂര നടപടികളുമായിട്ട് റഷ്യ മുന്നോട്ട് പോയ സമയത്താണ് ജൂതന്മാരും പോളണ്ടുകാരൊക്കെ ഈ നിഹിലിസ്റ്റുകളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. കാരണം പൊതുവെ അവർ വെറുത്തു റഷ്യയെ മൊത്തത്തിൽ, റഷ്യയിലെ ഭരണത്തെ. അങ്ങനെയാണ് അവർ നിഹിലിസ്റ്റുകളായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ബാൽക്കണിലെ പാൻസ്ലാവ് മൂവ്മെന്റ്. അപ്പൊ ഈ പാൻസ്ലാവ് മൂവ്മെന്റിനെ റഷ്യ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാൻസ്ലാവ് മൂവ്മെന്റിനെ പറ്റി നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് പാൻസ്ലാവ് മൂവ്മെന്റ്. അപ്പൊ ഈ ബാൽക്കൻ രാജ്യങ്ങൾ റഷ്യയെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബിഗ് ബ്രദർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഈ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് ബാറ്റിൽ ഓഫ് പൊട്ടംകിൻ എന്ന് പറയുന്ന ഒരു സിനിമ. അത് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് സെർഗി ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരാളാണ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ ഒരു ചോദ്യം വന്നാലോ. ഓക്കെ, ബാറ്റിൽ ഓഫ് പൊട്ടംകിൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് സെർഗി ഐൻസ്റ്റീൻ. റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിനിമയാണ്. പിന്നെ സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങൾ. റഷ്യയിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, പാവപ്പെട്ടവനും പണക്കാരനും, അല്ലെങ്കിൽ പ്രിവിലേജ്ഡും അൺപ്രിവിലേജ്ഡും ആയിട്ടുള്ള ആളുകളും. അപ്പൊ ഇതില് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ രാജകുടുംബം, പ്രഭുക്കന്മാര്, മുതലാളിമാര്, ഫാക്ടറി ഉടമകൾ. ഇവരൊക്കെയാണ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് കർഷകരായിട്ടുള്ള ആളുകൾ. അപ്പൊ ഇതില് ഈ ഫസ്റ്റത്തെ ഗ്രൂപ്പിന്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ഗ്രൂപ്പിനാണ് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രിവിലേജുകളും അവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കർഷകർക്കും തൊഴിലാളികൾക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. അവര് ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് അവർക്ക് പ്രഭുവിന്റെ ഭൂമിയിൽ അവർക്ക് ആഴ്ചയിൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് പ്രഭുവിന്റെ കൃഷിഭൂമിയിൽ വേതനം കൂടാതെ, സാലറി കിട്ടാതെ അവർക്ക് കൃഷി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
അത് ചൂഷണമാണ് കാണിക്കുന്നത്, അത് ഫ്യൂഡലിസമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭുവിന്റെ സമ്മതമില്ലാണ്ട് വിവാഹം കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അവർക്ക്. അതുപോലെ തന്നെ അപ്പോ കർഷകരുടെ സ്ഥിതി വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ നിക്കോളാസ് ഒന്നാമന്റെ ഒക്കെ ഭരണസമയത്ത് റഷ്യയിൽ 500-ലധികം കർഷക കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഈ സ്ഥിതി കാരണം. അങ്ങനെ ഈ കർഷക കലാപങ്ങളൊക്കെ നടന്നത് കാരണമായിക്കൊണ്ട് അലക്സാണ്ടർ രണ്ടാമൻ 1861 അടിമത്തം നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. സെർഫ്ഡം അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കർഷകരുടെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ റഷ്യൻ റവല്യൂഷന്റെ മുന്നേ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് മീൻസ് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി കുറെ കൂടെ കാർഷിക മീൻസ് കൃഷിക്ക് ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പം ഒരുപാട് ആളുകൾ കൃഷിക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ ഈ റൊമാനോ ഡൈനാസ്റ്റിയുടെ ഭരണം അവരെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാരണമായിക്കൊണ്ടാണ് അവര് റഷ്യൻ റവല്യൂഷന്റെ ഭാഗമാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വിപ്ലവം, വ്യാവസായികവൽക്കരണം റഷ്യയിൽ കുറെ കൂടെ ലാസ്റ്റ് ആയിട്ടാണ്, മീൻസ് ഒരു ലേറ്റർ പീരീഡിലാണ് വരുന്നത്. ഇപ്പോ ഇംഗ്ലണ്ട്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റഷ്യ കുറെ കൂടെ ലേറ്റ് ആയിട്ടാണ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറുന്നത്. ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറിയ സമയത്ത് ഒരു തൊഴിലാളി വർഗത്തെ, ഒരു വലിയൊരു തൊഴിലാളി വർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപകടകരവും വൃത്തിഹീനവുമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപകടങ്ങളിലൊക്കെ ആളുകൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റഷ്യയിൽ. ഈ ട്രേഡ് യൂണിയനുകൾ പിന്നീട് നിരോധിച്ചിട്ടുണ്ടായിരുന്നു റഷ്യയിൽ. ഈ റൊമാനോ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ അത് നിർത്തിയിട്ടുണ്ടായി. എസ്പെഷ്യലി നിക്കോളാസ് രണ്ടാമനെ പോലുള്ള ആളുകൾ ട്രേഡ് യൂണിയനുകൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യൻ വ്യവസായങ്ങള് ഉടമകൾക്ക് സമ്പത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും കർഷകരെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭൂരിഭാഗം വരുന്ന ആളുകളും വ്യവസായികളായിരുന്നു. അവര് ഭൂ ഉടമകളായിരുന്നു. അപ്പോൾ വ്യവസായികളായിട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭൂ ഉടമകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കർഷകരെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് കൃഷിയെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാർഷിക തൊഴിലാളികളെ അവരുടെ വ്യവസായങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഷികോൽപാദനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പണപ്പെരുപ്പത്തിന് കാരണമായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ബാക്കി കാരണങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.